ഹലോ മക്കളെ, റാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നാളെ നമ്മുടെ ബയോളജി എക്സാം ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സാറേ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യം തന്നെ അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് അല്ലെങ്കിൽ അതൊരു ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഷോർട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യാണ് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് കേട്ടോ, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം 10ഓളം അന്തസ്രാവി ഗ്രന്ഥികളാണ്, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഈ 10 എൻഡോക്രൈൻ ഗ്ലാൻഡ് ചേർന്നിട്ട് ഏകദേശം 24ഓളം ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ 24 ഹോർമോണിന്റെ പേരും നിങ്ങൾ പഠിക്കണം, അതേപോലെ അതിന്റെ ഫങ്ഷൻസും പഠിക്കണം. അതിന്റെ ഫങ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും, അതായത് 90% ഇതാണ്. പിന്നെ അതിന്റെ ഇടയിൽ ചില രോഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം, അതേപോലെ ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ എന്താണ് നമ്മളെ ഡയബറ്റിസ്, പ്രമേഹം, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് അല്ലേ, അങ്ങനത്തെ കുറച്ച് രോഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ അക്രോമെഗാലി, പിന്നെ എന്താണ് ഡോർഫിസം, പിന്നെ അതുപോലെ തന്നെ എന്താണ് ജൈജാറ്റിനിസം, ഇങ്ങനത്തെ കുറച്ച് രോഗങ്ങൾ. ആ രോഗങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 90% കഴിയും. അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്ന അന്തസ്രാവി ഗ്രന്ഥികൾ, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പേരും അതേപോലെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പേരും നമുക്കൊന്ന് പഠിക്കാം. ആദ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളും നിങ്ങൾ പഠിക്കണം അല്ലേ, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത് പറയണത് ഏതാന്ന് വെച്ചാൽ പാങ്ക്രിയാസ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് പാങ്ക്രിയാസ് 2 ഹോർമോൺ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോൺ ആണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ആരുണ്ടാക്കുന്ന ഹോർമോണാണ്? യെസ്, പാങ്ക്രിയാസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ്. ഇത് ഓർമ്മയിൽ വേണം. ഇതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിക്കണം. ഫംഗ്ഷന്റെ ഭാഗം ഞാൻ പറയണേ ഇല്ല കേട്ടോ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. രണ്ടാമത്താണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡ് ഗ്ലാൻഡും 2 ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. അതിലാണ് ഒന്ന് തൈറോക്സിൻ, രണ്ടാമത് കാൽസിട്ടോണിൻ അല്ലേ. തൈറോക്സിന് വേറെ 4 ഫംഗ്ഷൻസ് വേറെ ഉണ്ട്. ആ തൈറോക്സിന്റെ അളവ് കൂടുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം വരിക, കുറയുമ്പോഴാണ് അല്ലെ ഹൈപ്പോ തൈറോയിഡിസം വരിക. അത് കുട്ടികളിലാണ് കുറയണമെങ്കിൽ എന്ത് വിളിക്കും? ക്രെറ്റിനിസ് എന്ന് വിളിക്കും. മുതിർന്നവരിലാണ് കുറയണമെങ്കിൽ അതിന് മിക്സഡിമ എന്ന് വിളിക്കും. ഓർമ്മ ആയിക്കോട്ടെ. പിന്നെ അടുത്താണ് കാൽസിട്ടോണിൻ. ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറക്കുന്ന ആളാണ് ആര്? കാൽസിട്ടോണിൻ. അത് ഓർമ്മ ഉണ്ടാണ് കേട്ടോ. പിന്നെ അടുത്താണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഇത്. മറ്റൊരല്ല, ആകെ ഒരൊറ്റ ഹോർമോണേ ഉള്ളൂ. ഏതാണ്? പാരാതോർമോൺ ആട്ടോ, തൈറോയിഡ് അല്ല, പാരാതോർമോൺ. യെസ്, പാരാതോർമോൺ കേട്ടോ. അപ്പൊ ഈ പാരാതോർമോണിന്റെ പണി എന്താ? എടാ, തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കാൽസിട്ടോണിന്റെ പണി എന്താ അറിയോ? ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കുറക്കുക. എത്ര നോർമൽ ലെവൽ ഓഫ് കാൽസ്യം? 9 to 11 mg/100 ml ആണ് കേട്ടോ. 9 to 11 mg/100 ml കേട്ടോ. അപ്പൊ അതില് 11ന്റെ മുകളിൽ കൂടുമ്പോ എന്ത് ചെയ്യും? തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കാൽസിട്ടോണിൻ വന്നിട്ട് അത് കുറക്കും. ഇനി കുറഞ്ഞു കഴിഞ്ഞാലോ, 9ന്റെ അടി കുറഞ്ഞാലോ, അപ്പോഴാണ് വരിക പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന പാരാതോർമോൺ വന്നിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞത് എന്ത് ചെയ്യും? കൂട്ടുകയും ചെയ്യും. അങ്ങനെ മിതമാക്കുന്ന ആൾക്കാർ ഇവർ രണ്ടാളാണ് ആര്? കാൽസിട്ടോണിനും പാരാതോർമോണാണ്. ശരീരത്തിലെ കാൽസ്യത്തിന്റെ ലെവല് റെഗുലേറ്റ് ചെയ്യുന്ന, ക്രമീകരിക്കുന്ന ഹോർമോണുകൾ ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്? കാൽസിട്ടോണിനും പാരാതോർമോണാണ്. അപ്പൊ നമ്മളിവിടെ 3 ഗ്രന്ഥികൾ പറഞ്ഞു. ഇനി നാലാമത്താണ് ഏത്? തൈമസ് ഗ്രന്ഥി. നമ്മൾ ഈ മാറലിന് തൊട്ട് താഴെയായിട്ട്, നമ്മൾ സ്റ്റേണത്തിന് തൊട്ട് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു ഗ്ലാൻഡാണ് ഏത്? തൈമസ് ഗ്ലാൻഡ്. അതുണ്ടാക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. ഇത് നമ്മൾ യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കും. T ലിംഫോസൈറ്റിന്റെ പാകപ്പെടൽ, മെച്ചുറേഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യലാണ് ആരെ പണി? ഈ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പണി കേട്ടോ. ഓക്കെ, അടുത്താണ് അഡ്രീനൽ ഗ്ലാൻഡ്. 2 ഭാഗങ്ങളുണ്ട് അല്ലെ. 2 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് പുറംഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അകംഭാഗത്തിന് വിളിക്കുന്നത്. പുറംഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കോർട്ടെക്സ്. അകംഭാഗത്തിന് വിളിക്കുന്ന പേരാണ് മെഡുല്ല എന്ന് വിളിക്കും. മെഡുല്ല. അപ്പൊ ഇന്നർ മെഡുല്ല, ഔട്ടർ കോർട്ടെക്സ്. ഈ മെഡുല്ല 2 ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്? എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. അതിന്റെ ഫംഗ്ഷൻ പഠിച്ചു വെക്കണം. ഇന്നർ കോർട്ടെക്സ് 3 ഹോർമോൺ ഉണ്ടാക്കേണ്ടത് ഏതൊക്കെയാണ്? കോർട്ടിസോള്, ആൽഡോസിറോണ്, ലൈംഗിക ഹോർമോൺ, അതായത് സെക്സ് ഹോർമോൺ. ഇത് 3. അങ്ങനെ ടോട്ടൽ എത്ര ഹോർമോണാ? 1, 2, 3, 4, 5 ഹോർമോൺ ആരുണ്ടാക്കുന്നുണ്ട്? അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടാക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം അഡ്രീനൽ ഗ്ലാൻഡ് ചിത്രസഹിതം വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെ നമ്മൾ 5 പറഞ്ഞു. 6ാമത്തേതാണ്
പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന അല്ലെ, അതായത് നമ്മുടെ ശരീരത്തിലെ അല്ലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്ലാൻഡാണ് ഏത്, ഗ്രന്ഥിയാണ് ഏത്, യെസ് പൈനിയൽ ഗ്ലാൻഡ്. അത് ഉണ്ടാക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലാറ്റോണിൻ. എന്താണ് ഹോർമോണിന്റെ പേര്? മെലാറ്റോണിൻ. രാത്രി കാലങ്ങളിൽ മെലാറ്റോണിന്റെ ഉൽപാദനം ശരീരത്തിൽ കൂടുമ്പോൾ ഉറക്കം വരികയും പകലാകുമ്പോൾ അതിന്റെ ഉൽപാദനം കുറയുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുകയും ചെയ്യും. ഓക്കെ, അതാണ് മെലാറ്റോണിന്റെ ഫങ്ഷൻസ്. ഇനി അടുത്തതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് അറകളുണ്ട്, ആന്റീരിയർ ലോബ് ഉണ്ട്, പോസ്റ്റീരിയർ ലോബ് ഉണ്ട്, മുന്തളുണ്ട്, പിന്തളുണ്ട്. അതിൽ മുന്തളത്തിന്റെ ഇടപെടുന്ന എന്താ പറയുക, ആന്റീരിയർ ലോബ് എന്ന് വിളിക്കുക. ആ മുന്തളം ഉണ്ടാക്കുന്ന അല്ലെ ഏകദേശം 5 ഹോർമോൺ ഉണ്ട്. ഏതൊക്കെയാണ്? TSH, ACTH, GTH. ഇത് നമ്മൾ ട്രോപ്പിക് ഹോർമോൺ എന്ന് വിളിക്കും ഈ 3 പിന്നുള്ളത് സൊമാറ്റോട്രോപ്പിൻ, പിന്നെ പ്രൊലാക്റ്റിൻ. അപ്പൊ ഇതും ഇതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. 1, 2, 3, 4, 5 5ഓളം ഹോർമോണ് പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടുത്തേതാ? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോൺ 4 ഒന്ന് ഓക്സിറ്റോസിൻ, രണ്ടാമത്തെ വാസോപ്രസിൻ, മൂന്നാമത്തെ റിലീസിങ് ഹോർമോണ്, 4ാമത്തത് ഇൻഹിബിറ്ററി ഹോർമോൺ. ഇതും നിർബന്ധമായിട്ടും പഠിച്ചു നോക്കണം കേട്ടോ. ഓക്സിറ്റോസിന്റെ പണി എന്താണെന്ന് അറിയാം അല്ലെ, വാസോപ്രസിന്റെ പണി എന്താണെന്ന് അറിയണം, റിലീസിങ് ഹോർമോണിന്റെ പണി എന്താണെന്ന് അറിയണം, ഇൻഹിബിറ്ററി ഹോർമോണിന്റെ പണി എന്താണെന്ന് അറിയണം. ഇതിൽ ഞാൻ ഒരിക്കലും ഫംഗ്ഷൻസ് പറഞ്ഞിട്ടില്ലേ, ഞാൻ ചെറിയ ഫംഗ്ഷൻസ് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് ടെസ്റ്റിസ്. പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് വൃഷ്ണം അല്ലെങ്കിൽ ടെസ്റ്റിസ് എന്ന് വിളിക്കും. അതും പഠിച്ചു നോക്കണം. അത് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഒറ്റ ഹോർമോൺ ഉണ്ടാക്കണുള്ളൂ, ടെസ്റ്റോസ്റ്റിറോൺ. അതും പഠിച്ചു നോക്കണം കേട്ടോ. പിന്നെ അടുത്താണ് ഓവറി, അണ്ടാശയം ഉണ്ടാക്കുന്ന, അണ്ടാശയം എന്ന് പറഞ്ഞാൽ അത് ആർക്കുണ്ടാകുക, ഓവറി ആർക്കുണ്ടാകുക, സ്ത്രീകൾക്കാണ് ഉണ്ടാകുക, ഫീമെയിലിനാണ്. ഫീമെയിലിന്റെ ബോഡിയിൽ അബ്നോമൽ ക്യാവിറ്റിയിൽ 2 സൈഡിലായിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, അത് ഉണ്ടാക്കുന്ന 2 ഹോർമോണാണ് ഈസ്ട്രോജൻ അതേപോലെ പ്രൊജസ്റ്റിറോൺ. ഏതാണ്? ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ. അതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 10 എൻഡോക്രൈൻ ഗ്ലാൻഡും 24 ഹോർമോണിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു. ഇതിന്റെ ഫങ്ഷൻസും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളും ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് കഴിഞ്ഞാൽ ഇതിന് 10% കൂടി ബാക്കിയുണ്ട് ഈ പാഠത്തിൽ. ഏതൊക്കെയാണെന്ന് അറിയോ? സസ്യ ഹോർമോണുകൾ. ഏതൊക്കെയാണ് സസ്യ ഹോർമോൺ? ജിബർലിൻ, ഓക്സിൻ, സൈറ്റോകിനിൻ, എഥിലിൻ, അബ്സസിക് ആസിഡ്. ഇതിന്റെ ഫങ്ഷൻസ് ഒരുപോലെ ആയിട്ട് തോന്നും, എന്നാലും അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഹോർമോൺ ഉണ്ട്, കൃത്രിമ സസ്യ ഹോർമോൺ ഉണ്ട്. ഫാമേഴ്സിനൊക്കെ, കർഷകർക്കൊക്കെ സഹായിയായിട്ടുള്ള കൃത്രിമ സസ്യ ഹോർമോൺ, അതായത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഫങ്ഷൻസ് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കൃത്യമായ ഒരു ചെറിയൊരു സമയം കൊണ്ട് എന്തൊക്കെ പഠിക്കാനുള്ളതുള്ള കാര്യങ്ങളും അളവിലധികവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ കാണാം. ബൈ.